കാരണം സുജിത് ഖാൻ ഈസ് എ ലക്കി പേഴ്സൺ. കാരണം ഞാൻ ബ്ലാക്ക് ഡയമണ്ട് ആണ്, എന്റെ ലെഫ്റ്റിൽ ബ്ലാക്ക് ഡയമണ്ട് ഉണ്ട്, റൈറ്റിൽ ബ്ലാക്ക് ഡയമണ്ട് ഉണ്ട്, എന്റെ സി ബ്ലാക്ക് ഡയമണ്ട് ആണ്, എന്റെ ഡിയും ബ്ലാക്ക് ഡയമണ്ട് ആണ്, ഇതിന്റെ താഴേക്ക് വൈറ്റ് ഡയമണ്ട് ഉണ്ട്, എന്റെ താഴേക്ക് പർപ്പിൾ ഉണ്ട്, അതിന്റെ താഴേക്ക് എത്ര ഡയമണ്ട് ഉണ്ട് എന്ന് എനിക്കറിയില്ല. സാധാരണ ഈ MLM ഫീൽഡിൽ പറയുന്ന പോലെ എത്രയോ അച്ചീവേഴ്സ് വന്നു. ഇപ്പൊ ആളുകൾ പറയും ലക്കി പേഴ്സൺ ആണെന്ന് പറയും. നോ, ലക്ക് മീൻസ് ലക്ക് ഈസ് നത്തിങ് ബട്ട് ഓപ്പർച്യൂണിറ്റി ക്യാപിറ്റലൈസ്ഡ്. ഒരു അവസരം വരുന്ന സമയത്ത് ശരിക്കും ആരാണോ ഉപയോഗിക്കുന്നത് അവനാണ് ലക്ക്. സീരിയസ്ലി, ഞാൻ ഈ ബിസിനസ്സിലേക്ക് കയറി വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചു, ഞാൻ വന്നപ്പോ ആളുകൾ ആദ്യം കേരളത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബാൻ ചെയ്തു. ചെയ്യാൻ പാടില്ല. 2014 പിന്നെ വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, എന്റെ ലക്ക്, ഞാൻ കാലെടുത്ത് വെച്ചിട്ടുള്ളൂ, നാടനെ ബഹിഷ്കരിച്ചു. നാടാണ് തിരക്കില്ല, സ്റ്റേറ്റിനെ ബഹിഷ്കരിച്ചു. അപ്പൊ എന്ത് ലക്കാണല്ലേ? ഓപ്ഷൻ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അലി പറഞ്ഞ പോലെ ഉള്ളിൽ എന്ത് വേണം? തീ വേണം. ഒരു തീ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ ഞാൻ പറയുന്നു, മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കോടീശ്വരൻ ആവാനാണോ വന്നിരിക്കുന്നത്? 90% ഇറ്റ്സ് എ ലീഡർഷിപ്പ് പ്രോബ്ലം. 90% അത് നമ്മൾ തീരുമാനിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ഇവിടെ അജിത് ഭായി എല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ ആകെ ഷോക്ക് ആയിട്ടിരിക്കുകയാണ്. കാരണം ഒരു കോർപ്പറേറ്റ് കമ്പനി വന്നിട്ട് മക്കളെ ഇങ്ങനെ തൊട്ടാൽ മതി, ഇങ്ങനെ തൊട്ടാൽ മതി പഠിപ്പിച്ചിട്ടാണ്. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇതൊന്നുമില്ല. എല്ലാ പരിപാടിയും നിങ്ങൾ ചോദിച്ചു, എന്റെ എയും ബിയും ഒക്കെ എവിടെ ഇരിക്കുന്നില്ലേ? എന്താ പരിപാടി? കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനം, പോസ്റ്റ് ഒട്ടിക്കൽ സുജിത് ഖാൻ. പിന്നെ ഇവർക്ക് പറഞ്ഞു കൊടുത്തു, അവരെല്ലാരും കൂടി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രേ ഉള്ളൂ. അത് 90% ഇൻഫ്ലുവൻഷ്യൽ ലീഡർഷിപ്പ് നമ്മൾ തീരുമാനിക്കണം. ഈ ഹാളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ തീരുമാനിക്കണം. കാരണം കമ്പനിയിൽ ഇതിന് വേണ്ട, ഇതിന് നിങ്ങൾക്കൊരു 10 കോടിയൊക്കെ ഉണ്ടാക്കാൻ ആകെ വേണ്ട ക്വാളിറ്റി എന്താണെന്നറിയോ? കമ്പനി കാശ് കൊടുത്താൽ പ്രൊഡക്റ്റ് തരണം, തന്നില്ലെങ്കിൽ നമ്മൾ മേടിക്കും. 1. 2, പെയർ മാച്ച് ചെയ്താലും ബിസിനസ് ചെയ്താലും പൈസ വരണം. അത്രേ ഉള്ളൂ കമ്പനിയുടെ ഭാഗം. ബാക്കി 90% ഇറ്റ്സ് എ ലീഡർഷിപ്പ്. ആ ലീഡർഷിപ്പ് എവിടെയാണോ പവർഫുൾ, ആ മാർക്കറ്റ് പൊന്തും. മലപ്പുറത്ത് നിന്ന് നിങ്ങൾക്ക് ഇത്രയും ആവേശം വരാനുള്ള ഒരൊറ്റ കാരണം എന്താ? സോണക്കുട്ടി വിറച്ചത് കണ്ടോ? അവരെവിടെ പോയിട്ടാലും ഇതേപോലെ ആയിരിക്കും, ആ നാട് വിറക്കും. എന്നെ പറഞ്ഞത് ലുധിയാനെ കൊണ്ടുപോയിട്ടാലും അതില് 1000 ദിവസം കഴിയുമ്പോഴേക്കും ബ്ലാക്ക് ഡയമണ്ട് പൊട്ടുകയോ. അതങ്ങനെയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ അച്ചീവേഴ്സിനെ നിങ്ങൾ നോക്കിക്കോളൂ. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ നോക്കി, ഇവരും നമ്മളെ പോലെയാണ്. ഇവർ 5 കോടി, 1 കോടി, 10 കോടി എന്നൊക്കെ പറയുന്നതിന്റെ റീസൺ എന്താ? ഒരൊറ്റ റീസൺ ഉള്ളൂ, ഇവരുടെ ഉള്ളിൽ ആ സാധനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവരെത്തിച്ചു. ഇപ്പൊ പല ആളുകളും അവരുടെ കടമ്പെല്ലാം കടന്നു. പക്ഷെ റൂബി എക്സിക്യൂട്ടീവ് ആയ ആള്, ഇവരെ ഇരിക്കുന്ന ആളുകളെ നോക്കരുത്. എന്റെ വർക്കിംഗ് സ്റ്റൈലും അവരുടെ വർക്കിംഗ് സ്റ്റൈലും ഇറ്റ്സ് എ ഡിഫറെന്റ്. ആളുകൾ നമ്മളെ ലീഡർഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യണം, അവർ പേടിക്കണം. ഇന്നലെ വൈകുന്നേരം ഞങ്ങള് ഓം പ്രകാശിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ നമ്മുടെ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഒക്കെ നടത്തി ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് ആലോചിച്ച് നോക്കൂ, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നാട്ടിലെ എല്ലാ ഡയമണ്ട്സും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് അത് ഈ കമ്പനിയിൽ മാത്രമേ ഉള്ളൂ. ആരോ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റൊരുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം എന്നുള്ളത്. കോമ്പീറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് പഴയ വിളവാണ്. കൊളാബറേഷൻ ഈസ് ദ ന്യൂ കറൻസി. കൊളാബറേഷൻ ഈസ് ദ ന്യൂ കറൻസി. പണി അറിയുന്നവന്റെ കൂടെ നിന്ന് നമ്മൾ ഒട്ടി നിൽക്കണം, അപ്പോഴേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അഭിലാഷ് സാറോട് നമ്മൾ കോമ്പീറ്റ് ചെയ്തിട്ട് കാര്യം, ഞാൻ വളവനാണല്ലോ, ഞാൻ ഓട്ടോമാറ്റിക് എന്ത് ചെയ്തു, പുള്ളിക്കാരനുമായിട്ട് ഒട്ടി നിന്ന് നോക്കി 15 കോടിയെ വീണു. അത് നിങ്ങളും പഠിക്കണം. കൊളാബറേഷൻ ഈസ് ദ ന്യൂ കറൻസി. 2023 അവിടെ പോയി മരുന്നുള്ളവരോട് നമ്മൾ മുട്ടാൻ നിന്നാണ്ടല്ലോ, നമ്മൾ എല്ലാം കൂടി വരും. അതിന് നിൽക്കരുത്. നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നലെ കെട്ടിപ്പിടിച്ച് രസമായി. ഇന്നലെ ബിലാൽ കഫേലായിരുന്നു. ഇന്നലെ രാത്രി 2 മണി വരെ ഞങ്ങൾ ചെല്ലുന്ന രംഗമൊക്കെ. ഞാൻ പറയുന്നത് ഇത് മോട്ടിവേഷന് വേണ്ടി പറയല്ല, ഇത് നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ ഇന്ന് 100 കോടി രൂപ വരുമാനം വാങ്ങിയ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്ന വേറെ കമ്പനിയിൽ ഇല്ല. പൈസ ഞങ്ങൾ ഇന്നൊരു ഒരു ബിലാൽ കഫേല കാക്കനാട് പോയത്. അവിടെ ഇങ്ങനെ രാത്രി ഒരു 12 മണിക്ക് ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ആ കഫേന്റെ ഓണർ ആകുമെന്നാണ് വിറച്ചു. ആദ്യം ചെന്ന് ഒരു ബെൻസ് 12 മണിക്ക് രാത്രി. അതിന്റെ തൊട്ട് ബാക്കില് മണിയേട്ടന്റെ ബെൻസ് അവിടെ ചെന്നു.
അപ്പൊ ഇവര് ഓക്കെ ഒരു ബെൻസ് അല്ലേ വരട്ടെ. രണ്ടാമത് അലിസാറ ബെൻസ് പിന്നെയും ചെല്ലുക. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ബെൻസ് അർജുന്റെ മൂന്നാമത്തെ ബെൻസ് അവിടെ ചെല്ലും. നാലാമത്തെ ഇവൻ ഓം പ്രകാശിന്റെ BMW. അത് കഴിഞ്ഞ് നമ്മളവിടെ ഇങ്ങനെ ചെല്ലുക. ഓരോരുത്തരും പോയി വണ്ടി ഇങ്ങനെ ഇറങ്ങുമ്പോ ഒരു കഫേ അല്ലേ, രാത്രി ഇവരെന്തായാലും പറയും ഇത് ആരാണ് ഈ വരുന്നത്. ഞങ്ങളാണെങ്കിൽ ഫുൾ രസത്തിന് ഭക്ഷണം ആയിക്കോട്ടെ, ഇപ്പൊ ഭക്ഷണമൊന്നും വേണ്ട, ആദ്യം രസമാക്കട്ടെ. അപ്പൊ ഞാൻ അവിടെ ശ്രദ്ധിച്ചു കുറച്ച് ചെക്കന്മാര് ഏതോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, എനിക്കറിയില്ല ക്രിപ്റ്റോ ആണോ ഏത് അപ്റ്റോ ആണോ എന്നൊന്നും അറിയില്ല. അവിടെ ഇരുന്ന് ബാക്കിൽ ഞങ്ങളെ കണ്ടപ്പോ ഒരു ആദ്യം റാഷി ഇറങ്ങി അങ്ങോട്ട്. അപ്പൊ ഇവന്മാർ അവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് 1 കോടി ഡയമണ്ട് ആണ്. അതിന്റെ തൊട്ട് ബാക്കിൽ ഇലിയാസ് ഇല്ലുന്നുണ്ട്. അപ്പോഴും പറയുന്നത് 1 കോടി. 2:30 ആയപ്പോ തന്നെ എടുക്കുമ്പോഴല്ലേ കളിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, ഉനൈസ് കഴിച്ചത്. അപ്പൊ 3ാമത്തെ കോടി. അപ്പോഴും ബാക്കിലിരിക്കുന്ന ടേബിളിൽ ഡിസ്കഷൻ. ഞാനത് കാണുന്നുണ്ട്, നമ്മൾ ഈ 4 കണ്ണാണ്. അത് കഴിഞ്ഞ് ഫവാസ് അങ്ങോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഇവര് പറയുന്നുണ്ട് കോടിയാണ് അറിയാം, മറ്റേ പരിപാടി ഏത് പരിപാടിന്ന് അറിയില്ല. അപ്പോഴും പോലെ നമ്മൾ മതിക്കുന്നില്ല. അത് കഴിഞ്ഞ അടുത്ത ആളത്തെയാണ് പർപ്പിൾ 3 കോടി കഴിഞ്ഞവർ അർജുൻ ഇറങ്ങി ആ ബെഞ്ച് പോയിരുന്നു. അപ്പൊ ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോഴും പറഞ്ഞ ആളുകൾ ഇനിയും വരാണ്ട് വെക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മണിയേട്ടൻ ചെന്നു, പിന്നെയും 3.5 കോടി. അത് കഴിഞ്ഞപ്പോഴും ബാക്കിത്തോന്റെ കണ്ണുമോറൊക്കെ ഇങ്ങനെ ഞാനിത് കാറിൽ ഇങ്ങനെ നോക്കുകയാണ്. അത് കഴിഞ്ഞപ്പോ ഇത് തീരുന്നുണ്ടോ, അടുത്ത കോടി ആളിറങ്ങി. അടുത്ത ആരാൻ പോയത് പിന്നെ ശരത്തുണ്ടായിരുന്നു, വേറെ കോടി. ഇതിങ്ങനെ ചെന്നപ്പോൾ ഇവർക്ക് അപ്പോഴും ഈ 2 കോടി 3 കോടി ഒരു പുരുഷത്തില്ല ശരിക്ക് പറയുകയാണെങ്കിൽ. അതിന് കഴിഞ്ഞപ്പോ നേരെ അലിയടി ചെന്നു 5 കോടി. പിന്നെ വേറെ ടേബിളിലേക്ക് കയറി ചെന്നിട്ട് നേരെ രാജേഷ് വീണ്ടും ഓം പ്രകാശ് ടേബിളിൽ പിന്നെയും ചെല്ലാണ് 5.5 കോടി. ഇത് നടന്ന കാര്യം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ കാറിൽ ഇറങ്ങിയത്. ഞാൻ ഈ ഡോറിന് തുറന്നു. അതിന് ബാക്കിൽ നിന്ന് എടുത്ത് പറയണ്ട അല്ലാ ബിലാലിക്ക ടേബിളിൽ 18 കോടിയാണ് വന്നിരുന്നതോടുകൂടി ഇവർ ആ ബാക്കിൽ അവൾക്ക് എണീറ്റാണ് പോയി. ആ ചെക്കന്മാർ നമ്മളോട് കോമ്പിറ്റേയും വേണ്ട, മത്സരിക്കാനും വേണ്ട. ഇത് നടന്ന കാര്യം കേട്ടോ. അത് നമ്മൾ ആകെ സെലിബ്രിറ്റി. ആ ഷോ നമ്മളെ ഏറ്റെടുക്കണം. അതിനൊരു സെലിബ്രിറ്റി ഇന്നലെ അവിടെ വന്നിരുന്നു, പ്രിയങ്ക ആക്ട്രസ്, അർജുന്റെ കസ്റ്റമറാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ആക്ട്രസ് വന്നിട്ട് അർജുനോട് വർത്താനം പറയുന്നു. ഞങ്ങൾ ഓട്ടോമാറ്റിക് ഹീറോ. ബാക്കിയൊക്കെ നോക്കുന്നില്ല, ആക്ട്രസ് ഇങ്ങോട്ട് വരികയല്ലേ. നേരെ വന്ന അർജുൻ അവിടെ ആകെ ജഗമുഖം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കുറെ 4 കുട്ടികളുണ്ട്, മോഡൽസ് നിൽക്കുന്നുണ്ട്. ഇവരൊരു മറ്റേ മുടിയൊക്കെ കളർ അടിച്ചിങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇതുവരെ മലേഷ്യയിൽ നിന്നും വന്നതായിട്ട് നമുക്കറിയില്ലല്ലോ ഈ കാലത്ത്. അത് കഴിഞ്ഞ് നോക്കുമ്പോ അവിടെ ഇങ്ങനെ നോക്കിയപ്പോ ഞങ്ങൾ നോക്കുന്നുണ്ട്, ഇവര് ഞങ്ങളെ നോക്കണം. ആരാടൊപ്പം വരുന്നത്, സെലിബ്രിറ്റീസും ഇവരെ ഡീൽ ചെയ്യാൻ വരുന്നത് ആരാ ഇവരെല്ലാരും കൂടി. അതിന് അവിടുന്ന് ആ കുട്ടികൾ വന്നാണ്ട് അലിസാറിനോട് വർത്താനം. ഞാനാകെ എന്റെ അടിവാറ്റി കൂടി ഒരു വേദന. ഓനെ മാത്രം വിളിച്ചൊരു വാർത്ത. ഞാൻ പറഞ്ഞു എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നമ്മുടെ സ്റ്റാർ സമ്മിറ്റിന്റെ ഈവന്റിന് വന്ന കുട്ടികളായിരുന്നു നമ്മളെ ഈ ബൊക്കൊക്കെ കൊണ്ടുകൊടുക്കുക. അപ്പൊ അലി അവിടെ അങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓനല്ല ഒറിജിനൽ ആണ്. അപ്പൊ അതോട് കൂടിയിട്ട് പിന്നെ അവിടെ ആകെ നായിപ്പോലായിരുന്നു. അതായത് 2:30 മണിയായിരുന്നു. ഞാനിത് പറയുന്നത് എന്താ അറിയോ, പൈസയുടെ പവർ കണ്ടോ നിങ്ങൾ. ഇങ്ങോട്ട് വരികയാണ്, എന്താ വേണ്ട ഓർഡർ നോക്കുന്നില്ല. ഓം പ്രകാശ് കഴിക്കും സത്യമല്ലേ. എല്ലാം കഴിഞ്ഞിട്ട് ഫവാസിനോട് പറഞ്ഞു ഇനിയൊരു 3 കൂടി വിളിക്കുകയാണ്. ആരൊക്കെയോ വിളിച്ചിട്ട് ആലോചിച്ച് നോക്കൂ. ഒരു 10 വർഷം കൊണ്ട് ഒരു 14 കുട്ടികൾ നിന്നപ്പോഴേക്കും ആ മാർക്കറ്റ് കാക്കനാട് വിറച്ചു. എന്റെ ചോദ്യമാണ്, വരുന്ന 10 വർഷം കൊണ്ട് ഈ 400 പേര് വിചാരിച്ചാൽ ഇന്ത്യ നമ്മളെ വിറയ്ക്കും, അല്ലെ നമ്മൾ വിറപ്പിക്കും. ശരിയല്ലേ? ഇത് ഞാൻ പറഞ്ഞു, ഈ എനർജിയും എക്സൈറ്റ്മെന്റ് ഒക്കെ എന്ത് ചെയ്യണം, കയ്യിൽ വെച്ചാ പോരെ. ഇത് മാർക്കറ്റിലേക്ക് ഇറങ്ങണം, ഇങ്ങനെ ഭ്രാന്ത് വരണം. ഇയാള് പറഞ്ഞ പോലെ എന്നാലേ ഇത് നടക്കുള്ളൂ. കാരണം പൈസ എന്ന് പറയുന്നത് ഈസി ആയിട്ട് കിട്ടില്ല കേട്ടോ.
കേൾക്കാൻ രസമുള്ളൂ, സമ്പാദിക്കാൻ പറ്റില്ല. അങ്ങനെ ഈസി അല്ല പൈസ ഉണ്ടാക്കാൻ. 75 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട മനുഷ്യന്മാര് 75 വർഷം കഴിഞ്ഞതിന് ശേഷം ഇന്ന് പൈസ ഇല്ലാത്ത ആളുകൾ കഷ്ടപ്പെടുകയാണ്. സാറെ, കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് സ്വന്തം ശരീരം വിറ്റ് തിന്നുന്ന മനുഷ്യന്മാരുണ്ട് ഇന്ത്യയിൽ. എത്ര ആളുകളുണ്ട് സ്വന്തം ശരീരം വിറ്റിട്ട്. കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിവില്ലാഞ്ഞിട്ട് അവയവം വിറ്റിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഈ നാട്ടില്. ശരിയല്ലേ? അവരെ പ്രശ്നം ഈ ജൂൺ മാസത്തിലും കുട്ടികൾക്ക് പൈസ വേണം, അല്ലെങ്കിൽ സ്കൂളിൽ ഗുഡ് അഡ്മിഷൻ വേണം, ക്വാളിറ്റി ലൈഫ് വേണം എന്ന് പറഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് പല പരിപാടികളും ചെയ്യുന്നുണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് നമ്മളെ കോട്ടും സ്യൂട്ടും ഇട്ട് കൊണ്ടുവന്ന് 5 സ്റ്റാറിലെത്തി പറഞ്ഞു തരികയാണ്, ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ. അവസരം എപ്പോഴും വരൂല. ഇങ്ങനത്തെ മനുഷ്യൻ അവസരം എപ്പോഴും വരൂല. ഇതൊക്കെ ഒരു നിമിത്തമാണ്. സിൻസിയർലി ഐ ആം ടെല്ലിങ് യു, ഇതൊരു നിമിത്തമാണ്. ഞാൻ എന്റെ ഇൻഡസ്ട്രി കരിയറിൽ കണ്ടിട്ടില്ല ഇങ്ങനത്തെ മനുഷ്യന്മാരെല്ലാരും കൂടി വന്ന് നമുക്ക് പഠിപ്പിച്ചു തരിക, പറഞ്ഞു തരിക, നിങ്ങളെ ഫൈൻ ട്യൂൺ ചെയ്തു തരാം, നിങ്ങളെ കഴിവിനെ പുറത്താക്കുന്ന ഒരു കോടീശ്വരം ആക്കിക്കോളൂ എന്ന് പറയും. ഇനി നമ്മൾ ഇറങ്ങിക്കളിക്കണം, ആഞ്ഞു കളിക്കണം. ഇവിടുന്ന് കിട്ടിയ എനർജി ഒക്കെ 2 ദിവസം കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ഇതൊക്കെ പോകും. കാരണം ഇവിടെ ഞങ്ങൾ പുലികളൊപ്പം ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഈ റെങ്ക് വരുന്നത്. അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പുലിയാവണം. മാർക്കറ്റിലേക്ക് ഇറങ്ങി കാണുന്നവരോട് മുഴുവൻ പറയണം, എന്താ ഒരു 5 പേരെ സ്പോൺസർ. ഇവിടെ എല്ലാവരും തായ്ലൻഡിന്റെ പ്രശ്നം പറയും. ശരി, നമുക്ക് പറഞ്ഞു നോക്കാം. എന്തായാലും മാനേജ്മെന്റ് കേട്ടല്ലോ, പറഞ്ഞു നോക്കാം. ഇനി കിട്ടിയില്ല എന്ന് വിചാരിക്കുക. 5 പേരെ ഈ വരുന്ന വെള്ളിയാഴ്ച സ്പോൺസർ ചെയ്യാൻ എന്താ ഇവിടെ പ്രശ്നമുള്ളത്? എന്താ പ്രശ്നമുള്ളത് സത്യത്തിൽ? പക്ഷെ അതിലേക്ക് ഈ റാങ്കിലിരിക്കുന്ന ആളുകളുടെ എവിടെയോ ഒരു മൈൻഡ് ബ്ലോക്ക് അല്ലേ? ഒരു മൈൻഡ് ബ്ലോക്ക് ആണ്. ഇന്ന് അലി വ്യക്തമായിട്ട് അത് പറഞ്ഞു. ഞാൻ പറയുന്നത് ഈ പിന്നല്ല നോക്കേണ്ടത്. 5 പേരെ കാണുമ്പോൾ നമ്മുടെ സ്കില്ല് വളരുകയാണ്. 12 പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമ്മുടെ വേറൊരു സ്കില്ല് വളരുകയാണ്. ആ സ്കില്ലാണ് നിങ്ങളെ കോടീശ്വരനാക്കുന്നത്. Seriously, I am telling you, I am rich. I am rich not because of my money. I am rich because of my skills. ഞാൻ കോയമ്പത്തൂർ പോയാലും പൈസ ഉണ്ടാക്കും, ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ പൈസ ഉണ്ടാക്കി, ഞാൻ കൊച്ചിയിൽ വന്നിട്ടും പൈസ ഉണ്ടാക്കി, ഇനി മുംബൈ കൊണ്ടുപോയിട്ടാലും പൈസ ഉണ്ടാക്കും. ഞാൻ പണി പഠിച്ചു. അത് എന്റെ ജന്മം മുഴുവൻ എനിക്ക് അടിക്കാം. ഏത് ലോകത്ത് വരും പണി അറിയാം. ഒരുത്തരെ കൊണ്ടുവരാന്ന് പറയാം, അവന്റെ ലെഫ്റ്റ് റൈറ്റും പടയ്ക്കാന്ന് പറയും. ഇതാണ് നമ്മൾ. അപ്പൊ റൂബി റാങ്ക് എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ ഒന്ന് ഊരി വെക്കുക. ആദ്യം ഡിസംബർ 31 വരെ സ്യൂട്ട് ഇടണ്ട. അഭിലാഷ് സാറോട് നമുക്ക് സജസ്റ്റ് ചെയ്യാം. സ്യൂട്ട് ഇടണ്ട, ഫീൽഡിലേക്ക് ഇറങ്ങുക. ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു നായ ഒരു ഇടവഴിയിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നായ 1-2 ആളെ കടിക്കാന്ന് വിചാരിച്ചോളൂ. അത് ഒരാളെ കടിക്കും, അല്ലെങ്കിൽ 2 ആളെ കടിക്കും. ഒരു പേ പിടിച്ച നായാണ് ഒരു ഇടവഴി കൂടെ വരുന്നെങ്കിൽ എന്ത് ചെയ്യും? കാണുന്നവരെ എല്ലാരും കടിക്കും. അത് കുട്ടിനും കടിക്കും, വാപ്പാനും കടിക്കും, ഉമ്മാനും കടിക്കും, എല്ലാരും കടിക്കും. ശരിയല്ലേ? ഇതേപോലെ പേ പിടിച്ചിട്ടുണ്ട് ഇറങ്ങുക, അങ്ങോട്ട് കടിക്കല്ലേ, കംപ്ലീറ്റ് കടിക്കും. 2 വെള്ളിയാഴ്ച നടന്നത് കടിച്ചു നോക്കി 5 ആളെ കിട്ടും, ഒരു സ്റ്റാറും ആവും. അത്രന്നെ പരിപാടി. കടിച്ചോക്കും പേളക്കും ഓനും പോകുമല്ലോ. കാരണം ഇത് സമയമാണ്. നിങ്ങൾ ആലോചിച്ചു, ഒക്ടോബർ മാസം കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബറിലെ ഫസ്റ്റ് പ്ലാൻ എടുക്കുമ്പോൾ എന്ത് എനർജിയാണ്? ഇപ്പൊ ഒരുത്തരം നമുക്ക് പേടക്കാൻ പറ്റുമല്ലോ. ഇന്ന് വന്നു 5 പേരെ സ്പോൺസർ ചെയ്തു, തായ്ലൻഡിലേക്ക് പോകാൻ പറ്റും. ഇത് ഈ തായ്ലൻഡ് വന്നവർക്കാണ് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ആവുന്നൊക്കെ പറയുമ്പോൾ റെങ്കില്ലാത്തത്. പോയതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ ലൈഫ്, ഞാൻ 14 തവണ തായ്ലൻഡിൽ പോയിട്ട്, 1-2 അല്ല 14 തവണ. അത് 12 തവണ ഇൻഡസ്വേല പോയിട്ട്, 12 തവണ. ആദ്യത്തെ പാസ്പോർട്ട് മലപ്പുറം പാസ്പോർട്ട്, അത് ഞാൻ മാറ്റി വെച്ചിട്ട് ജംബോ പാസ്പോർട്ട് എടുത്തു. ജംബോ പാസ്പോർട്ട് ഒക്കെ എന്റെ പാസ്പോർട്ട് പാര വാങ്ങി വെച്ചിരിക്കണം, വേറെ കാര്യം. ആവശ്യമുള്ളപ്പോ കിട്ടും. ഓരും ഞെട്ടിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഡെപ്പോസിറ്റ് കൊടുത്ത 2 ലക്ഷം റുപ്യ എല്ലാവരും എടുത്തു. ഞാൻ പറഞ്ഞു പൈസ അല്ല അവിടെ കിടക്കണ്ട, എനിക്ക് വേണ്ട, ചോദിക്കുമ്പോ തന്നാ മതി. കാരണം ഇവിടെ ആഴ്ചയിലൊരു പൈസയല്ലേ ഉള്ളൂ. ഇവിടെ പൈസ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് അങ്ങനെ ചിന്തിക്കൂ. വലിയ മടിയുണ്ട്. തായ്ലൻഡ് പോകുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് എന്നറിയും. ഞാൻ പറയുന്നത്, നിങ്ങൾ പേ പിടിച്ച പോലെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന 2 പുലികൾ നിങ്ങളെ ജീവിതം മാറ്റിമറിക്കും. അതിലൊരു തർക്കമുണ്ടോ? ഞാൻ ഈ ബിസിനസ്സിൽ വിജയിച്ചതിന്റെ കാരണം 3 കോൺടെസ്റ്റ് ആണ്. ഒരു ഉസ്ബെക്കിസ്ഥാനും, ഒരു സിംഗപ്പൂരും, ഒരു ദുബായും. 69ാമത്തെ വെള്ളിയാഴ്ച 3 കോൺടെസ്റ്റ് നടന്നു.
മൂന്നാമത്തെ കോൺടസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീക്ക്ലി 2.5 ലക്ഷം രൂപ ആഴ്ച. ഇപ്പോ 540 ആഴ്ചയായി. ഈ എല്ലാ ആഴ്ചയിലും കഴിഞ്ഞ വെള്ളിയാഴ്ച 2.5. ഈ 2.5 എന്ന് പറയുന്നത് നല്ല പറഞ്ഞിട്ടുണ്ട്. 2,50,000 കഴിഞ്ഞ വെള്ളിയാഴ്ച മിനിയാന്ന്. ഇത് ഒരു സെന്ററിന് 2 ബിൽഡ് ചെയ്യാലോ. അങ്ങനെ 2, 3, 4, 5 എന്നൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറയണേ, എനിക്കറിയില്ല, പറയുന്നുണ്ട്. പൈസയാണത്. നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും ഒന്ന് ആലോചിക്കും. ഒരു മനുഷ്യനെ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പുലിയുടെ വരികയാണെന്ന് വിചാരിച്ചോളൂ. എന്താ ചെയ്യുക നമ്മള്? അവിടെ ഓടുമ്പോഴത് പുലിനെ കണ്ട അങ്ങോട്ട് ഓടൂല. അവിടുന്ന് ഒരു പുലിയുടെ വരികയാണെന്ന് വിചാരിച്ചോളൂ, എന്ത് ചെയ്യും? പിന്നെ നമ്മളൊന്നും ചെയ്യണം, നിന്ന് പുലി എല്ലാം ചെയ്തോളൂ. ശരിയല്ലേ? ഈ ബിസിനസ് ശരിക്കും 2 പുലികൾ ലെഫ്റ്റ് റൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ 2.5 ലക്ഷം രൂപ എല്ലാ ആഴ്ചയും വരിക. 2 പുലി വരണം. 2 പുലി. ഞാൻ 2014 കടിച്ച ആൾക്കാരാണ് ഇരിക്കുന്നത് മുഴുവൻ. 1, 2 ഒന്നല്ല, 12 പേര് കോടീശ്വരന്മാരായി പേഴ്സണലി സ്പോൺസർ ചെയ്തിട്ട്. 1, 2 അല്ല. ആരെങ്കിലും കൊണ്ടുവന്നതിന്റെ താഴെ പോയി ഐഡിയ ഒന്നും പറയല്ല. പേഴ്സണലി കൊണ്ടുവന്ന് 12 പേര് നടന്ന് കടിക്കുന്നത്. ഇപ്പൊ പെരുങ്കടിയാണ് ബർത്ത്ഡേയിൽ വന്നത്. ആരെ കിട്ടിയാണ്. ഇപ്പൊ താഴേക്ക് ലഞ്ചിന് ഇരുന്നപ്പോൾ എന്റെ കൂടെ മനോജ് സാർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ കുട്ടീനെ സ്പോൺസർ ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഭക്ഷണം കഴിച്ചപ്പോ നമുക്കൊരു മേനുള്ള കുറച്ച് കുട്ടികൾ വരണം ഇൻകം സൈഡിൽ നിന്ന്. അപ്പൊ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത് മനോണ്ട ചോദിച്ചു, ചോറുന്നപ്പോൾ ഇതെന്നെ ചിന്ത. ഇപ്പൊ നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് പൈസ ഇല്ലാത്ത ആളാണോ, അങ്ങനെ. ഞാൻ ഇപ്പോ ഈ ഹാളിൽ ഞാൻ നിൽക്കുമ്പോ നിങ്ങൾ വേറെ രീതിയിൽ തെറ്റായ അഹങ്കാരം അങ്ങനെ എടുക്കരുത്. ഇന്ന് ഈ ഹാളിൽ നിൽക്കുമ്പോ 5 അടിയെന്നും PV ഇന്നുള്ള വെള്ളിയാഴ്ച അല്ല, ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ, 5 ഐഡിയിലും PV ഇന്ന് റിഫ്ലക്ട് ആയിട്ടുള്ള ഒരൊറ്റ കുട്ടിയുള്ളൂ, ഞാനാണ്. അത് വെറുതെ വർത്താനല്ല. നിശാ സാറിന് ഞാൻ ലഞ്ച് ചെയ്തപ്പോ ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തത് 5 ലഗും വന്നു. ഇനി ഒരു 4 കൂടി ഒന്ന് വന്ന് കിട്ടിയാൽ മതി. 1 2 ലക്ഷം വരുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തായിരിക്കുന്നില്ലേ? ഈ പൈസ നിങ്ങൾ കാണണമെന്നേ. പൈസയുടെ രസം കയറണം ശരിക്കും. ഒരു ഐഡിയിൽ നിന്ന് 52 വെള്ളിയാഴ്ച ആഴ്ചയിൽ നമുക്ക് പൈസ കിട്ടും. മാസത്തിൽ കിട്ടും, ഒരു കൊല്ലത്തിൽ കിട്ടും. ഈ ബിസിനസ്സിൽ ഒരു കൊല്ലത്തിൽ, ശരിയല്ലേ? ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ. ഡയമണ്ട് ആണെങ്കിലോ വൈഫിന് 12 കൂടി ചേർത്ത് 64 കിട്ടും ഒരു കൊല്ലം. മൂന്നാമത്തെ ഐഡി ബിൽഡ് ചെയ്യുന്ന ഒരാൾക്കോ അവിടുന്ന് കിട്ടും 52 ആഴ്ച. അപ്പൊ എത്രയും 52 അല്ല 64 52. നാലാമത്തെ ലഗുന്ന ഒരു 52 ചെക്ക്, 5ാമത്തെ ലഗുന്ന ഒരു 52 ചെക്ക്. ഒന്നൊരു കൂട്ടികൾ 220 ചെക്ക് ഒരു കൊല്ലം. ഹലോ, അതായത് പൈസയുടെ ഫ്ലോ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഫേസ്ബുക്കിന്റെ ബാങ്ക് അക്കൗണ്ട് അവർ കോർപ്പറേറ്റ് ഓഫീസിൽ എപ്പോഴും തുറന്നു വെക്കും അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ. ഇത് വലിയ സ്ക്രീനിൽ അവരുടെ സീനിയർ എക്സിക്യൂട്ടീവ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫേസ്ബുക്ക് ഓൺ ആക്കി ഒരു ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ ഇവന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുനിന്ന് പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പോയിന്റ് കിട്ടിയോ? ഡാറ്റ യൂസ് ചെയ്യുമ്പോഴാണ് അവർക്ക് പൈസ വരുന്നത്. അവന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇങ്ങനെ വരിക. ലുലു ഗ്രൂപ്പിന്റെ ബാങ്ക് അക്കൗണ്ടുകളൊന്ന് ആലോചിച്ച് നോക്കും. ആ അക്കൗണ്ടിലേക്ക് നമ്മൾ വർത്താനം പറയുമ്പോൾ പൈസ വീഴും. കാരണം ഈ 220 ഔട്ട്ലെറ്റിൽ നിന്നും പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ പേ ചെയ്താലും എന്ത് ചെയ്താലും. ഇതേപോലെ നമ്മളെ അക്കൗണ്ടിലേക്ക് എത്ര പൈസ വരുന്നത്? ജോലിക്ക് പോകുന്നവന് ഒരൊറ്റ വരവേ വരുള്ളൂ, ശരിയല്ലേ? ശരിക്കും ആതിരപ്പള്ളി വാഴച്ചാലിൽ ഈ മഴക്കാലത്ത് വെള്ളം എങ്ങനെ കുത്തനെ ഒഴുകുമോ അതേപോലെ നിങ്ങളെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ട് ചോടം. അതില് ഈ റൂബി എക്സിക്യൂട്ടീവ് ആയപ്പോ തന്നെ തളർന്നു എന്ന് പറഞ്ഞാലൊന്നും ഇത് വരൂല. 5 ലഗുന്ന 220 ചെക്ക് ഒരു കൊല്ലത്തിലാണ് വരുത്തണം. അതിന് മസിൽ വേണം. മസിൽ ഇവിടെ അല്ല വേണ്ടത്, ഇവിടെ മസിൽ വേണം. അതായത് നമ്മള് മെന്റലി ടയേർഡ് ആവരുത്. പല മനുഷ്യന്മാരും ഒരു റാങ്ക് അടിക്കുമ്പോൾ വിശ്രമിക്കുകയാണ്. വിശ്രമിക്കരുത്, പരിശ്രമിക്കൂ. നടക്കുവോ നടക്കില്ല എന്ന് ഞാനിപ്പോ 5 ലഗ് കൊണ്ടുവരുന്നു, 9 ലഗ് ഒന്ന് പരിശ്രമിക്കുക, പരമാവധി ചെയ്യുക. കഴിഞ്ഞ 4 വെള്ളിയാഴ്ച എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, എന്റെ സോഷ്യൽ മീഡിയ നിങ്ങൾ എടുത്തു നോക്കൂ, ഞാൻ ബ്ലാക്ക് അടിച്ചു, അല്ലെങ്കിൽ എന്റെ എയും ബിയും ബ്ലാക്ക് ആണ്, പൈസ വരുന്നുണ്ട്, എല്ലാ ഫെസിലിറ്റി ഉണ്ട്, വീടിന്റെ പുറത്ത് 3-4 വണ്ടിയുണ്ട്. ഇതിരുന്നിട്ടും കഴിഞ്ഞ 4 ദിവസം എന്നും 3 മണിക്കാണ് വരുന്നത്. ഇന്നലെ പുറത്തായിരുന്നു, മിനിയാന്ന് തമിഴ്നാടായിരുന്നു, അതിന്റെ തലേ ദിവസം തമിഴ്നാടാണ്. ഇപ്പോഴും പണിയെടുക്കുക, വെറുതെ വലിയ വർത്താനം പറയില്ല.
യുവർ ഷെഡ്യൂൾ നെവർ സ്പീക്ക് ലൈ എന്ന് പറയും. ഞാൻ വെല്ലുവിളിക്കാണ്. ഇവിടെ ആര് പണിയെടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇന്നലെ വരെ വെറുതെ ഒന്നും ഈ സാധാരണ ഇങ്ങനെ വീഴൂലല്ലോ. ഇങ്ങനെ നിങ്ങൾക്കും ആ ഒരു സ്പിരിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും കിട്ടും. കാരണം ഇതൊരു സിസ്റ്റം ബേസ്ഡ് ആണ്. നമ്മൾ കുറെ നല്ല മനുഷ്യന്മാരെ കൂട്ടിപ്പിടിച്ച് പറ്റാത്തവനും മാറ്റി നിർത്തി ഈ 6 മാസം ഈ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കഥ പറയല്. എന്തൊക്കെ കൊടുത്താലും ഇപ്പൊ ഇന്നൊക്കെ ഒരു സാധനം കേറിയിരിക്കുകയാണ്. ഇനി മറ്റന്നാൾ കഴിഞ്ഞിട്ട് സാറേ ഇത് നടക്കുമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാം? ഒന്ന് ആലോചിച്ചു. ഈ ജാതി സാധനങ്ങളെ ഫോൺ തന്നെ ഈ വരുന്ന 6 മാസം എടുക്കരുത്. റിക്വസ്റ്റ് ആണ്. കഴിഞ്ഞിട്ടില്ല, നടക്കുമോന്നൊന്നും അറിയില്ല. ഞാനൊന്ന് ഓടി നോക്കട്ടെ എന്ന് പറയും. സംഭവം വരുന്നല്ലോ, ഞാനൊന്ന് ഓടി നോക്കട്ടെ നടക്കുമെന്നൊന്നും നോക്കട്ടെ. ഈ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ പറയുന്നൊരു ഡയലോഗാണ്, സെത്തവൻ കയ്യിലെ വെത്തല കൊടുക്കുന്ന മാതിരി. അവിടെ ഈ മരിച്ചിങ്ങനെ പോകുന്ന ആളുകൾ ഡാൻസ് എടുത്തിട്ടാണ് കൊണ്ടുപോകുക. അതിന്റെ കയ്യിൽ എന്ത് ചെയ്യും? ഒരു വെത്തലയും കൊടുക്കും, വെറ്റില കൊടുക്കും. ഇവൻ ഈ മരിച്ചെടുക്കുമ്പോൾ ഇത് പിടിച്ചിരിക്കുക. ഇതേപോലെയാണ് കുറെ റൂബിയാനോ സത്തവന്റെ കയ്യിൽ വെത്തല കൊടുത്ത പോലെ. ഒരു കാര്യമില്ല. ഇനി ആര് വന്നാലും അഭിലാഷ് സാറ് പറഞ്ഞാൽ കേട്ടിട്ട് അലിസാറോ ഭയങ്കര സ്പിരിറ്റ് ഒക്കെ വന്നു, എന്നിട്ടോ അത് അതേപോലെ തന്നെ. ഇതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് കേറി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ലോക്ക് ചെയ്യണം. പിന്നെ നമ്മൾ വിചാരിച്ചാലേ ഇത് ഇറക്കാൻ പാടുള്ളൂ. വരുന്നവനും പോകുന്നവനും ഒന്നും ഐഡിയ പറയുന്നൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഒരൊറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കൂ. ഇന്ന് 100 കോടി വാങ്ങിയ ജനസമൂഹം ഇരിക്കുന്നത് ഒരൊറ്റ കമ്പനിയിൽ മാത്രമാണ്. അത് ഇൻഡസ്ട്രിയാണ്. വേറെ കമ്പനി ഏതാണ് ഇതേപോലത്തെ മീറ്റിംഗ് വേറെ എവിടെ നടക്കുന്നത്? ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയൂ. ഇല്ല. പിന്നെ ആകെ കാണിക്കുന്നത് കുറെ മണി ചെയ്യുന്നാലും ഓരോ കാറും കൊണ്ടുവന്ന് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ഡാൻസ് കളിക്കും. പുതിയ കാറൊന്നും അല്ലല്ലോ, അല്ലേ? 4 ലക്ഷം വേണ്ടി ഡൽഹിയിലോട്ടില്ലേ അല്ലേ? നമ്മള് പച്ചക്കറി വാങ്ങാൻ പോകുന്ന 1 കോടിന്റെ ലെക്സസ്. കാര്യം ചെറുക്കൻ അങ്ങാടി പോകുന്നത് ഓടിയില്ല, 4 വണ്ടി അവിടെ വെച്ചിട്ട് ഇനി വണ്ടി എടുക്കണം, ഇനി എടുക്കും. അല്ലാതെ ഇവരെ പോലെ പോയി 4 ലക്ഷം റുപ്യക്ക് ഡൽഹിയിൽ കൊണ്ടുപോയി പേരുമായിട്ട് അതിന്റെ മുന്നിൽ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ കുലുങ്ങാൻ പാടില്ല. ഇത് കുലുങ്ങരുത്. എന്തിനാ കുലുങ്ങുന്നത്? ഞാൻ 1 കോടിക്ക് ഇറക്കിയത് ഇവിടെ എന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ നേരെ ചെന്ന് നോക്കൂ. അങ്ങനത്തെ വണ്ടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാ കുലുങ്ങുന്നത്? ഇതൊരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ നിങ്ങൾക്ക് തായ്ലൻഡ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളത് താഴെയുള്ളവന് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അവരാവശ്യമല്ല, അത് ആരാവശ്യമാണ്? നമ്മളാവശ്യം. ഞാൻ എന്തായാലും പോകുന്നുള്ളത് കൺഫേമാണ്. കാരണം BSc മെമ്പറാണ് അല്ലേ? എന്നിട്ടും പിന്നെ എന്തിനായി പണിയെടുക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ജനുവരിയിൽ ഞാൻ പോയി, ഉമ്മ പോയി, അനിയൻ പോയി, വൈഫ് പോയി, കുട്ടിയാൾ പോയി 2 ആള്. അത് കഴിഞ്ഞതിന് ശേഷം എന്റെ കസിൻ ഉണ്ടായിരുന്നു, എന്റെ കൂടെ ഷാൻ ഉണ്ടായിരുന്നു. പിന്നെയും കുറച്ചാളെയും കൂടി വിളിച്ചു നോക്കി, ആരും കിട്ടില്ല. എന്റെ സ്റ്റാഫിനെയും കൊണ്ട് എല്ലാരും കൊണ്ടുപോകാം. ഈ പ്രാവശ്യം ഉണ്ടാവും അതേപോലെ തന്നെ. അപ്പൊ എന്നിട്ടും നമ്മൾ എന്തിനാ വർക്ക് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോൺടെസ്റ്റ്. നമ്മളെ 2.5 ലക്ഷം രൂപ വരുമാനം മേടിക്കാനാണ് ഈ കോൺടെസ്റ്റ്. നിങ്ങൾക്ക് കോൺടെസ്റ്റ് അതിനല്ല. നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടത് എന്താ? അത് താഴെയുള്ളവന്റെ ആവശ്യമല്ല. ലീഡ് ബൈ എക്സാമ്പിൾ. ഞാൻ ബ്ലാക്ക് അടിക്കാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച 2.5 ലക്ഷം രൂപ വരുമാനം മേടിക്കാതെ എനിക്ക് എങ്ങനെ വന്നിങ്ങനെ പറയാൻ പറ്റും? 5 ലെഗ് ഓപ്പൺ ചെയ്യാതെ ഞാൻ എങ്ങനെ വർത്താനം പറയും? ഞാൻ ചെയ്തു സാറേ. നിങ്ങൾ വെറുതെ കുതിരാക്കം വന്നല്ലോ. മനസ്സിലായോ? താഴെയുള്ളവനൊന്നും ഇത് താല്പര്യം ഉണ്ടാവില്ല, നാട്ടുകാർക്കും താല്പര്യം ഉണ്ടാവില്ല, അയൽവാസികൾക്കും. നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ വിജയം നിങ്ങളുടെ ആവശ്യമാണ്. അല്ല തൊട്ട് താഴെയുള്ള മനുഷ്യന്മാർ അവരതിനു വേണ്ടി അവർക്ക് പ്രചോദനം ഉണ്ടാവണം. അത് നമ്മളാണ്. പ്രചോദനമുള്ള ഒരു ലീഡർ ആവണം. ഈ നാടിനും ഒരു പ്രചോദനം. നിങ്ങളെ കാണുമ്പോൾ മാർക്കറ്റ് ഒന്ന് വിറക്കണം. ഇവിടെ ചില മനുഷ്യന്മാരൊക്കെ അങ്ങനെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു കോരിത്തിരിപ്പൊക്കെ വരുന്നുണ്ടല്ലേ? അതിനു വേണ്ടി ചില ആളുകൾ വരുമ്പോ ആലോചിച്ച് നോക്കി, അപ്പടി യൂറിൻ പാസ് ചെയ്യാൻ പോകും. അതായത് ഇപ്പൊ അതും കൂടി കേൾക്കണല്ലോ. ശരിയല്ലേ? അങ്ങനെ പ്രചോദനമുള്ള ആളാവണം. സമൂഹത്തിന് പ്രചോദനം വേണം, ടീമിന് പ്രചോദനം വേണം, വീട്ടുകാർക്ക് പ്രചോദനമാവണം, അച്ഛനും അമ്മയ്ക്കും പ്രചോദനമാവണം. അച്ഛൻ തന്നെ ഇരുന്ന് ആലോചിക്കും, ഇതിന് പകരം ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു. 3.5 കൊല്ലമായി പോയി റൂബി എക്സിക്യൂട്ടീവ് തൂക്കിയിട്ട് നടക്കാന്ന് പറയും വീട്ടുകാര്. അപ്പൊ അവരെ എപ്പോഴെങ്കിലും അച്ഛനും അമ്മയും ചിലപ്പോ പേഴ്സണലി സംസാരിക്കും, ഇതിന് പകരം പോലെ അന്ന് നമ്മളൊരു വാഴ വെക്കും. നമ്മൾ കേൾക്കൂലല്ലോ. പകരം ആലോചിച്ചു, ആഴ്ചയെ 2.5 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്നവര് അച്ഛനും അമ്മ എന്താ സംസാരിക്കാം? അഭിമാനം, എന്റെ മോനാണ്. ശരിയല്ലേ? ഓർഗനൈസേഷനിൽ നിങ്ങളൊരു തീപ്പൊരി ലീഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈൻ എന്താ പറയാ? ഹി ചേഞ്ച് ദ ലൈഫ്,
He changed the event. He changed the show. ഇവനാണ് എന്റെ രാശി. അവൻ വന്നതിന് ശേഷമാണ് എന്റെ LOS ഇങ്ങനെ പറഞ്ഞത്. പറയിപ്പിക്കണം. നാട്ടുകാർക്ക് തോന്നണം നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും മോശമായിരുന്ന ചെറുക്കനാണ്. ഇന്ന് അവൻ കള ഒതുക്കിയാകെ. അവന് വേണ്ടിയിട്ട് ആൾക്കാരൊന്ന് കാത്തിരിക്കുകയാണ്. ഷെയ്ക്കാൻഡ് കൊടുക്കാൻ, ഉമ്മ കൊടുക്കാനൊക്കെ ആൾക്കാർ കാത്തിരിക്കുകയാണ്. ആർക്കും മിണ്ടാതെ ഇടക്കരങ്ങടി കിടക്കരുത് ഞാൻ. അതെ, ഇവിടെ ഒന്നല്ല, കേരളത്തിലൊന്നല്ല, ആസാമിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഷെയ്ക്കാൻഡ് കൊടുക്കല്ലോ. നമ്മുടെ മെഗാ ഇവന്റ് സെലിബ്രിറ്റി പോലെ തന്നെയല്ല ഈ ബിസിനസ്. നിങ്ങളൊരു ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ ആണോ, ഇന്ത്യയിൽ എവിടെ യാത്ര ചെയ്താലും നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്. കമ്പനിയുടെ ഒരു മെഗാ ഈവന്റിന് വരുമ്പോ ഇവിടെ ഫഹദും ഡീക്കും ഒക്കെ വരുന്ന പോലെ തന്നെ നിങ്ങളും വരുന്നത്. ഈ ഒരു 3 കൊല്ലം കൂടി കഴിയട്ടെ, 2 സീറ്റർ മേലക്കാണ് തുറക്കും വണ്ടി. ഡോർ ഇങ്ങനെ തന്നെ തുറക്കും, മേലക്കാണ് ബട്ടർഫ്ലൈ ഡോറോട് വെക്കും. അങ്ങനത്തെ ഇവന്റ് വരും 2029. ആലോചിച്ച് നോക്കൂ. ഇത് ചാർജായി നടക്കുന്നതിനൊന്നും കാര്യമില്ല. നാളെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇവരാരും വരില്ല. ചാർജ് അടിവായിട്ടൊന്ന് കയറി വരണം എന്നും. കാരണം മാർക്കറ്റിൽ പോയ ഒരാൾക്ക് നിങ്ങളെ കൂട്ടുകാരൻ പറയോ, എടാ മിന്നിച്ചോ, ഉഷാറായിട്ട് ചെയ്യും, കൂട്ടുകാരൻ പറയില്ല. ഞാൻ കോഴിക്കോടാ എന്റെ ഉമ്മയാണ് ഇരുന്ന് നിൽക്കുന്നത്. കോഴിക്കോട് ബീച്ചിന്റെ അതിൽ കൂടെ 3 ചെറുക്കന്മാർ ഇങ്ങനെ നടന്നു പോവാണ്. കഥയും പറഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവര് തിരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മൊന്ത വന്നിട്ട് വീണു. അപ്പൊ ഈ മൊന്ത ഒന്ന് എടുത്തു നോക്കുമ്പോ നമ്മളെ അത്ഭുത ദ്വീപ് അറിയാലോ, ഈ ഭൂതത്തിന് അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഈ ചെറുക്കിന് ഇതൊരു തുറന്നതും പോകുന്നതായിട്ട് പുറത്തേക്ക് വന്നത്. ഭൂതം പുറത്തേക്ക് ചാടിയതോടെ ഇവരും 3 പേരും ബാക്കിലേക്കാണ്. ഭൂതം പറഞ്ഞു, ഞാന് 6 മാസമായി ഇതിന്റെ ഉള്ളിലാണ്, സ്വാമി ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടതാ, നിങ്ങൾ 3 പേരെയാണ് രക്ഷപ്പെടുത്തിയത്, എന്ത് വരം ചോദിച്ചാലും നിനക്ക് തരാം. ആദ്യത്തെ ആളോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന് വെച്ചു. ചെക്കൻ എക്സൈറ്റഡ് ആയി. ഇവൻ ആദ്യം കയറി പറഞ്ഞു, സുന്ദരിയായ ഒരു ഭാര്യനെ കിട്ടണം, അമേരിക്കയിൽ സെറ്റിലും ആവണം, നല്ലൊരു വീടും കെട്ടണം, കുറച്ച് സ്വർണ്ണം വേണം, ഇതുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞു. ഭൂതത്തിന് എന്തും കൊടുക്കാലോ, ഒരൊറ്റ അടിയെന്ന് കൊടുത്തപ്പോ നേരെ അമേരിക്കയ്ക്ക്. നല്ല സുന്ദരിയായ ഒരു പെണ്ണും കിട്ടി. ഇവന് വീടും രാജാവായിട്ട് ഇങ്ങനെ ചെല്ലുകയാണ്. മറ്റവനോട് ചോദിച്ചു, അനക്കെന്താ പറയാൻ വേണ്ടത് ചോദിച്ചു. ഇവൻ പറഞ്ഞു, മറ്റവൻ അത് കിട്ടിയ സ്ഥിതിക്ക് എനിക്കും വേണം സുന്ദരിയായ ഒരു ഭാര്യ, പക്ഷെ അമേരിക്ക വേണ്ട, സ്വിറ്റ്സർലൻഡ് മതി, ഒന്ന് മാറ്റി പിടിക്കാം. നല്ല സ്വർണം വേണം, കുറച്ച് പൈസയും വേണം, അത് മാത്രം പോലെ ഒരു 7 തോഴിമാരും വേണം സുന്ദരിയായ. കാരണം ഇവരെ ഭാര്യയും ഭർത്താവിനേക്ക് നോക്കാനും കിച്ചണിലൊക്കെ ജോലി ഉണ്ടാവുമല്ലോ. ഇവന്റെ ആഗ്രഹം പറഞ്ഞു, രക്ഷപ്പെടുത്തില്ല. ഭൂതം പറഞ്ഞു, പോടാ സ്വിറ്റ്സർലൻഡിലേക്ക് ഒരൊറ്റടിയാ, നേരെ പോയി കൂടും. 3ാമത്തവനോട് ചോദിച്ചു, അനക്കെന്താ കുട്ടിയെ വേണ്ടത് എന്ന് വെച്ചു. അവൻ പറഞ്ഞു, എനിക്ക് പുതിയ വരൊന്നും വേണ്ട, ഈ പോയ 2 ആളെ അതേപോലെ കൊണ്ടുവന്ന നേരാ പോയത് അതേപോലെ നേരെ കിട്ടുമ്പോൾ. ഇതാണ് നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാർ. ഇതാണ് മാർക്കറ്റിൽ നമ്മളെ കൂടെ നടക്കുന്നത്. അവിടെയൊക്കെ നിന്ന് തായ്ലൻഡ് ഒക്കെ അടിക്കണേ നല്ല നല്ല നടക്കുള്ളൂ. ശരിയാണോ അല്ലേ? ആരെങ്കിലും നമ്മളെ കൂടെ എന്നോട് ആൾക്കാർ ആരെങ്കിലും പറയും റോയൽ ബ്ലാക്ക് ഡയമണ്ട് അടിക്കും, ഇടയ്ക്കിടന്ന് ആരെങ്കിലും പറയും. പറ്റുന്നുണ്ടെങ്കിൽ ഇവർ എങ്ങനെയും തിരിച്ചു വന്നാണ്ട് ഇടയ്ക്കറ ഓർഡർ അത്രയുള്ള മാർക്കറ്റ്. പക്ഷെ നമുക്ക് തോന്നണം, നമുക്കറിയണം എങ്ങോട്ടാണ് പോകുന്നത്. അടുത്ത 6 മാസം സാറേ 2000 പേരെ വെച്ചിട്ടാണ് കമ്പനി പ്ലാൻ ചെയ്തത്. 2000 പേര്. കണ്ണടച്ച് തീരുമ്പോത്തിന് സാധനം തീരും. ഇപ്പൊ കോൺടെസ്റ്റ് തുടങ്ങി എന്ന് എല്ലാവരും മൈൽ ബ്ലോക്കിൽ നിൽക്കുക, 5 ആളെ കിട്ടുമോ. ഇപ്പൊ ജൂൺ കഴിഞ്ഞു, ഇനി സെപ്റ്റംബർ വരെ ഞങ്ങൾ കൈയും കാലും പിടിച്ചിട്ടാ പറഞ്ഞത്. ഇപ്പൊ സെപ്റ്റംബർ വരെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 ആഴ്ച കൂടി ഡാൻസ് കളിക്കുക, കഴിഞ്ഞിട്ട് പറഞ്ഞു കുറച്ചല്ലേ ഉള്ളൂ പറഞ്ഞു. എന്നാ ഒന്നിന്ന് തുടങ്ങിയാൽ മതി. ഇപ്പൊ ഇറങ്ങി ഓടുക. ഞാൻ പറയുമ്പോ ഇന്ന് വീട്ടിലേക്ക് പോകും വേണ്ട, ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് കൊച്ചിയിൽ പ്ലാൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തോളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അച്ചീവ്മെന്റ് നമ്മൾ ഷോ ചെയ്യണം. എന്നിട്ട് ഒരു തന്നെ മുന്നിൽ പോയി നിന്നിട്ട് പറയണം. അല്ലാതെ ക്വാളിഫൈ ചെയ്യാതെ നീ ക്വാളിഫൈ ചെയ്യുന്നതിൽ അതിൽ അർത്ഥമൊന്നുമില്ല. നമ്മൾ കാണിക്കുക എന്താ സംഭവിക്കുന്നത് നോക്കാലോ. ഇറങ്ങനെ പേ പിടിച്ചോല്ല കട്ടിക്കന്നല്ല ആൾക്കാർ വരും. നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും കയറുന്നില്ല. ഇടത്തും വലത്തും കയറിയ പണി കഴിഞ്ഞു. പിന്നെ ആഴ്ച 2.5 വാങ്ങാന്നുള്ളതുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഐഡിയ പറഞ്ഞ് തിരിച്ചു പോകുന്ന ആളല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാളെ സ്പോൺസർ ചെയ്തിട്ട് ഇവിടെ പനമ്പള്ളി നഗരത്തിൽ സത്യമായിട്ടും പറയുന്നു 375 PV അവിടുന്ന് വെച്ചു. രാത്രി 11:30 മണിക്ക് വരുമ്പോൾ ഞാൻ ഈ മണിയായിട്ട് ഒരാളെ വിളിച്ചു. ഞാൻ അവരെ വിളിച്ചു, എന്നിട്ട് എവിടുന്ന സാറേ വരുന്നു വെച്ചു. ഞാൻ പറഞ്ഞു പനമ്പള്ളി നഗരം ടെസ്റ്റിംഗ് പാർട്ടി കഴിഞ്ഞിട്ട് 307 എനിക്കെന്ത് 375 PV ഒരു സൈഡിൽ അർച്ചിട്ടിരിക്കുന്നു.
അപ്പുറത്ത് താങ്കൾ ഈ കണ്ട സാധനങ്ങൾ മുഴുവൻ ഇരിക്കും. ഞാൻ ശരിക്കും നാട്ടിൽ പോയി സെറ്റിലായിപ്പോ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന സമയമായി. പക്ഷെ ആ 375 PV ആയിരുന്നു 2014 എന്റെ ആദ്യത്തെ അടിയില്. ഈ 375 PVയും 1 ലക്ഷം PV ആവും. അറിയാം, അത് 20 lakhs ആണ് വരുന്നത്. ഇവിടെ മനുഷ്യന്മാരെല്ലാരും കൂടി അടുത്ത ഭരണം കയറി. ഇനിയിപ്പോ 2029 രാഹുൽ വരുമെന്ന് ചോദിക്കും. ഞാൻ എന്നോട് ചോദിക്കാപ്പോ ഇനി അടുത്ത 5 കൊല്ലം കഴിഞ്ഞാൽ അവര് കയറുമായിരിക്കും. ഞാൻ പറഞ്ഞു ആര് വരെ ഈ ജീവിച്ചിരിക്കുമെന്ന് ആർക്കറിയാം. 5 കൊല്ലം ആര് വന്നാലും നമുക്ക് എന്താ, രാഹുൽ വന്നാലും രാമേട്ടൻ വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് നിങ്ങൾ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ ആയാൽ അതിനൊരർത്ഥമുണ്ട്. ഇത് ആര് വേണമെങ്കിലും, ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല, ആര് വേണമെങ്കിലും വന്നോളൂ. അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, ഒരു ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ ആയിട്ട് എന്ത് ചെയ്യണം, സമൂഹത്തിന്, ഒരു കുടുംബത്തിന് അച്ഛനും അമ്മയും പറയണമെന്ന്. മോൻ മുതലാണത്, അത് പറയണം. അത് കഴിഞ്ഞില്ലേ, അതിൽ കൂടുതൽ എന്താ വേണ്ട നിങ്ങൾക്ക് അവാർഡ്? അതിന്റെ മേലെ ഒരു അവാർഡ് വേണ്ട, സ്വന്തം വാപ്പിയമ്മയും പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇറങ്ങണം. അതിന് വെല്ലും ബ്രേക്കും ഇല്ലാതെ നമ്മൾ പോകണം. ഇതെല്ലാം ലോജിക്ക് ചിന്തിച്ചാൽ നടക്കില്ല, ഇമോഷണലി നമ്മൾ എടുക്കണം. ലോജിക്ക് ചിന്തിച്ചാൽ ഇമോഷണലി മുന്നോട്ട് പോകുമ്പോഴേ ഇതൊക്കെ നടക്കുള്ളൂ. തൃപ്പുണിത്തറ, എന്റെ വീട് തൃപ്പുണിത്തറയാണ്. അവിടെ പോകുന്ന സമയത്ത് ഒരു ബിൽഡിംഗ് ഇങ്ങനെ നിന്ന് കത്തുമായിരുന്നു. കഴിഞ്ഞിടക്ക് നിന്ന് കത്തുന്ന സമയത്ത് ആൾക്കാരെല്ലാരും കൂടി ഇങ്ങനെ കൂടി ജഗപ്പൊക്കെ തണക്കാൻ വേണ്ടിയിട്ടൊക്കെ ആകെ ബഹളമാണ്. ഇതിന്റെ ബാക്കിൽ നിന്നൊരു ഒരു കുട്ടി പെരും കരച്ചിൽ. ആളുകൾക്ക് ബിൽഡിംഗ് കത്തിയതല്ല സങ്കടം, ഈ കുട്ടിന്റെ കരച്ചിൽ താങ്ങാൻ പറ്റുന്നില്ല. എല്ലാരും തീ അണക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. ഒരു ജീപ്പിലൊരുത്തം ഓടി വന്നു, ഇറങ്ങി നോക്കി, പക്ഷെ കേറാൻ പറ്റുന്നില്ല. വേറൊരു ജീപ്പാറിന്റെ നേരെ ഈ കത്തുന്നതിന്റെ ഉള്ളിലേക്ക് ചാവിട്ടി കയറ്റിയിട്ട് ഒറ്റ പോകാം പോയിട്ട് അവിടുന്ന് കുട്ടിയിലെടുത്തിട്ട് പുറത്തേക്ക് വന്നു. ആൾക്കാർ മുഴുവൻ ആകെ അന്തം വിട്ടിരിക്കും. ആളുകൾ അന്തം വിട്ടു, ആകെ ജഗപുകയായി. മീഡിയ വന്നു. അപ്പൊ തന്നെ നമ്മുടെ ഈ നമ്മുടെ ബിസിനസ്സുകാരുണ്ടല്ലോ ഇവിടെ, നമ്മുടെ മാർക്കറ്റിലല്ലേ, അവർ അവാർഡ് പ്രഖ്യാപിച്ചു. വ്യാപാരി വ്യവസായിക്കാരെ അവരെല്ലാരും കൂടി ആകെ ഷോക്കായിരിക്കണം. ആരുടെ ഈ ആൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ചാടി കയറി വന്നിട്ട് അങ്ങനെ വ്യാപാരി വ്യവസായി എല്ലാവരും കൂടി അനൗൺസ് ചെയ്ത് ഇവന് 1 ലക്ഷം രൂപ പാരിതോഷികം കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ സംഭവമായി. അപ്പൊ ഇവരോട് വന്ന് ചോദിച്ചു, നിങ്ങൾ ഇതിന്റെ മുന്നേ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. ഇതിന്റെ മുന്നേ ഇങ്ങനത്തെ ത്യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. ഈ 1 ലക്ഷം രൂപ നിങ്ങളെ കയ്യിലേക്ക് ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ആദ്യം ഞാൻ പോയാണ്ട് എന്റെ ജീപ്പിനൊരു ബ്രേക്ക് വെക്കും ഞാൻ. അപ്പൊ ഇവന്റെ വണ്ടിക്ക് ബ്രേക്കില്ലാതെ നേരെ അതിന്റെ ഉള്ളിൽ പോയത്. മനസ്സിലായോ? ഇങ്ങനെ ആ കുട്ടിയിട്ട് പോകുന്നതാ. ഇപ്പൊ ബോധമുണ്ടെങ്കിൽ ഇവൻ പോകും. ഇതേപോലെയാണ് ഈ പരിപാടി. ബോധമില്ലാതെ ബ്രേക്കില്ലാതെ ഒറ്റ പോക്കാണ്. കറക്റ്റ് മുതലാളി 2 എണ്ണത്തിലുണ്ട്. ഈ ബോധം വെച്ച് ചിന്തിച്ച് സുജിത് ഖാന്റെ 5 എണ്ണം മൂവ് ചെയ്യുന്നുണ്ടോ, കമ്പനി പറഞ്ഞത് കറക്റ്റ് ആണോ, ഇനി ആ കോണ്ടസ്റ്റ് തന്നതിന് ശേഷം ഞാൻ ഒരു കാല് വെക്കൂ, ഇതൊന്നും പറയാൻ നിൽക്കണ്ട. കിട്ടിയാണെങ്കിൽ കിട്ടട്ടെ. തരാൻ പറ്റുന്നതാണെങ്കിൽ എനിക്കറിയുന്ന അൻസാർ സാറാണെന്നുണ്ടെങ്കിൽ തന്നിരിക്കും. എന്തും കമ്പനി നമ്മളോട് ഓരോ ദിവസം പറയല്ലേ. ഇനി അത് കിട്ടിയിട്ടേ വാശി എന്ന് പറയും. കിട്ടുകയാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ എന്താ, അടുത്തിൽ പോകാലോ. ശരിയല്ലേ? സോ തീരുമാനങ്ങൾ എടുക്കുക, വലിയ തീരുമാനങ്ങൾ എടുക്കുക. ആ തീരുമാനത്തിനെ മുറുകെ പിടിക്കുക. ആ തീരുമാനത്തിനെ മുറുകെ പിടിച്ച് ഇവിടുന്ന് നിങ്ങൾ പോവുക. എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഈ വരുന്ന 400 പേരും ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു പ്രചോദനമാവുന്ന ഒരു ലീഡറാകാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മൾ ഇനി വരാൻ പോകുന്ന സ്റ്റാർ സമ്മിറ്റിലും അല്ലെങ്കിൽ ജനുവരി മാസത്തിൽ നടക്കുന്ന നമ്മുടെ ടൗൺ ഹാൾ 2025 നമ്മൾ കേരളക്കാർ മുഴുവൻ പോയിരിക്കുമ്പോൾ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടി ഒന്നാണ് വിറക്കണം നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ല എല്ലാവർക്കും കൈയടി. കേരളക്കാർ ആര് കയറിയാലും കൈയടിക്കും. ഞാൻ കയറുമ്പോ കുറച്ച് കൂടുതൽ അടിച്ചു. അപ്പൊ മാർക്കറ്റിലാണ് കുറച്ച് ആൾക്കാർ ഇതെന്താണ് കേരളത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി മാത്രം ഇറക്കിയ മനുഷ്യന്മാരാണ്. ഇപ്പൊ തന്നെ അങ്ങനത്തെ ഒരു സംസാരമുണ്ട്. മലപ്പുറത്ത് മാത്രം 10ഉം 12ഉം ഡയമണ്ട്. ഇവരെന്താ അവിടെ എല്ലാം റോട്ടിൽ നിൽക്കണോ ജോയിൻ ചെയ്യാനെന്ന്. നമ്മളെ കുട്ടികളെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ. പഠിച്ചോനറിയാം പള്ളിയിലെ കാര്യം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. നോർത്ത് ഇന്ത്യ നിങ്ങളെ കണ്ടിട്ട് ആകെ അന്തം വിട്ടിരിക്കുകയാണ്. എന്താ അവിടെ നടക്കുന്നത്, 400 പേര് ഇരിക്കല്ലേ എന്ന് പറഞ്ഞത്. സോ ടേക്ക് എ റൈറ്റ് ഡിസിഷൻ.
ഇനി ഒരു ഫോൺ കോളിന് വേണ്ടിയിട്ട് കാത്തിരിക്കരുത്, ഒരു അപ്ലൈന്റെ മോട്ടിവേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കരുത്. അപ്ലൈൻ ഈസ് ജസ്റ്റ് എ റെഫറൻസ് മൈ ഡിയർ ഫ്രണ്ട്സ്. സക്സസ് ഈസ് യുവർ ഡ്യൂട്ടി. അപ്ലൈൻ എന്ന് പറയുന്ന ഒരു അവസരം നിങ്ങൾക്ക് തരിക, അത്രേ ഉള്ളൂ. ഒരു മാനസിക പ്രയാസം വന്നോ പോയിരുന്ന് സംസാരിക്കുക, നല്ല ബഡീസായിട്ട് ജീവിക്കുക, കൂട്ടുകാരെ പോലെ ജീവിക്കുക, അത്രേ ഉള്ളൂ. അപ്ലൈന്റെ റോൾ അതാണ്. സക്സസ് ഈസ് യുവർ ഡ്യൂട്ടി. അല്ലാതെ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ അപ്ലൈന്റെ അടുത്ത് പോയാണ്ട് കരഞ്ഞിട്ട് എന്താ കാര്യം? ആ കാലം കഴിഞ്ഞു, അതൊക്കെ പണ്ട്. ഇപ്പൊ നല്ല സ്കില്ലുള്ള നല്ല കുട്ടികൾക്ക് ആഴ്ചയിൽ എല്ലാ ആഴ്ചയും 2.5 ലക്ഷം രൂപ വരും. നിങ്ങൾക്കും കിട്ടും. ഞാൻ പറയുന്നു, ഇപ്പൊ ഞങ്ങളെല്ലാം അച്ചീവ്മെന്റ് കണ്ട് നിങ്ങൾ നോക്കട്ടെ. ഇതൊന്നും ഒന്നുമല്ല. കേരളത്തിലെ 3.5 കോടി ആളുകളെ വെച്ചിട്ട് ഈ 15 ഡയമണ്ട്സ് ഒന്നും അല്ല ഉണ്ടാകാൻ പോകുന്നത്. 2029 നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ ഒത്തിരി പേര് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. 2030 ഈ കമ്പനിയുടെ 1000 ഡയമണ്ട്സിന്റെ ഷോ നടക്കുമ്പോ ഞാൻ എഴുതി തരുന്നു, ഈ കേരള മാർക്കറ്റിന്റെ റോക്ക് സ്റ്റാർ എന്ന് പറയുന്നത് ഞങ്ങൾ ആരും ആയിരിക്കില്ല, പുതിയൊരു കുട്ടിയായിരിക്കും. അത് ഒരു പക്ഷേ ഒരു കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞത്, ചിലപ്പോ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ആരെങ്കിലും വരും, ചിലപ്പോൾ ബാക്കിലിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ചെറുക്കം കയറിയിട്ട് ഇവർ 5 ലക്കം അങ്ങോട്ട് ഓടും. അവന്റെ ചോര തളപ്പിൽ നമുക്ക് കൂടെ ഓടാൻ പറ്റില്ല. ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, അതിന്റെ ബർത്ത്ഡേ അവിടെയാണ്. അത് വരരുതെന്നൊന്നും എനിക്ക് വാക്കില്ല. കമ്പനിയിൽ വെച്ച് എന്റെ ബർത്ത്ഡേ 9 എവിടെയെങ്കിലും ഇവൻ വന്ന് വീഴണേന്നാണ് എന്റെ പ്രാർത്ഥന. എന്റെ 9 ലക്ഷം സെറ്റ് ആകാൻ വേണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഇന്ന് വൈകുന്നേരം മുതൽ പ്രാർത്ഥന. സോ താങ്ക് യു വെരി മച്ച്. ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഭയങ്കര ഹാപ്പിയാണ് ഇന്ന്. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഇങ്ങനെ കണ്ടക്ട് ചെയ്തതിന് വിവ മാനേജ്മെന്റിനോട് ഞാൻ നന്ദി പറയുന്നു. ആസ് എ VAC മെമ്പർ ഞാൻ നിഷാ സാറിനോട് പറഞ്ഞു, ഞാൻ ലഞ്ച് ടൈമിൽ സാറിനോട് ഞാൻ പറഞ്ഞതാണ്, എവറി 6 മന്ത് ഞങ്ങൾക്ക് കേരളക്കാർക്ക് വേണ്ടി ഇതേപോലെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് അതൊരു ആവേശമായിരിക്കും, എല്ലാവർക്കും ഒരു ഉണർവുണ്ടാവും എന്നുള്ളത്. സോ എല്ലാവരെയും സഹായിക്കുക, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക. ജനുവരി നമ്മുടെ പ്രോഗ്രാം 2025 ടൗൺ ഹാളിലേക്ക് വരുമ്പോഴേക്കും നിങ്ങളും നിങ്ങളെ ടീംമേറ്റ്സ് എല്ലാവരും കൂടി ആഘോഷമായിട്ട് ഈ 6 മാസത്തെ എഫേർട്ട് അവിടെ നിങ്ങൾ എൻജോയ് ചെയ്യാം. ഞാനുണ്ടാവും ഡാൻസ് കളിക്കാൻ. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട് ആൻഡ് ഗോഡ് ബ്ലെസ്.